ഈ ഫുട്ബോൾ അസോസിയേഷനുമായി ബന്ധപ്പെട്ട് അർജന്റീന ടീം വരുമോ ഇല്ലയോ, മെസ്സി വരുമോ ഇല്ലയോ എന്നുള്ള രീതിയിൽ 2 ദിവസമായിട്ട് വലിയ രീതിയിൽ വാർത്ത പ്രചരിക്കുന്നുണ്ട്. ഞാൻ വിചാരിക്കുന്നത് എങ്ങനെയാണ് ഈ വാർത്ത വരുന്നതെന്ന് എനിക്കറിയില്ല. റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിയാണ് അർജന്റീന ഫുട്ബോൾ അസോസിയേഷനുമായിട്ട് എഗ്രിമെൻറ്റ് വെച്ചിട്ടുള്ളത്. അവരുമായിട്ടുള്ള പ്രൊസീജിയേഴ്സ് എല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. കുറേ നാളുകളായിട്ടുള്ളൊരു പ്രൊസീജിയറായിരിക്കും, ഒരു 5-6 മാസമായിട്ടുള്ളൊരു പ്രൊസീജിയറാണ്. ആ പ്രൊസീജിയറാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് ഒത്തിരി നിബന്ധനകളുണ്ട്. ആ നിബന്ധനകൾ ഓരോന്നോരോന്നായി ഫുൾഫിൽ ചെയ്യണം. നമുക്കിവിടെ ഒരു ഒരു സെവൻസ് കളിക്കുന്ന പോലെ കളിക്കാൻ പറ്റിയ സംവിധാനം അല്ലല്ലോ ഒരു അർജന്റീന ലോകകപ്പ് നേടിയ ഒരു കമ്പനി അല്ലെങ്കിൽ ഒരു ടീം കേരളത്തിലേക്ക് വരിക എന്നുള്ളത്. അപ്പോൾ അത്രയും രീതിയിലുള്ള ഒരു ഇതിൻ്റെ പുറകിലൊരു വർക്കുണ്ട്. ആ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ മെസ്സി വരുമോ ഇല്ലയോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ അറിവിൽ മെസ്സി വരും എന്നുള്ളതാണ്. മെസ്സി വരാനുള്ള എല്ലാ സംവിധാനങ്ങളും റിപ്പോർട്ടർ TV ചെയ്തിട്ടുണ്ട്. അതിനുള്ള കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നീക്കിയിട്ടുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം അവരുടെ എഗ്രിമെൻറ്റിൽ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ കാര്യങ്ങളെല്ലാം ഫുൾഫിൽ ചെയ്തതിന് ശേഷം അർജന്റീന ടീമിനെ അറിയിക്കുകയാണ് വേണ്ടത്. നമ്മളിപ്പോൾ എന്താ ചെയ്തിരിക്കുന്നത് പറഞ്ഞാൽ അങ്ങനെയുള്ള കാര്യങ്ങൾ മുഴുവൻ ഫുൾഫിൽ ചെയ്തു. ഗവൺമെൻറ് അപ്രൂവലെല്ലാം എടുത്തു. സ്റ്റേറ്റ് ഗവൺമെൻറ് അപ്രൂവൽ വേണമായിരുന്നു, അത് നമ്മൾ അപ്ലിക്കേഷൻ കൊടുത്തിരുന്നു, അതെടുത്തു. കേന്ദ്ര സർക്കാരിൻ്റെ അപ്രൂവൽ വേണമായിരുന്നു, അതെടുത്തു. RBIൻ്റെ അപ്രൂവൽ വേണമായിരുന്നു, അതെടുത്തു. വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ അപ്രൂവൽ വേണമായിരുന്നു, അതെടുത്തു. ഫിനാൻസിൻ്റെ അപ്രൂവൽ വേണമായിരുന്നു, അതെടുത്തു. അങ്ങനെയുള്ള വലിയ രീതിയിലുള്ളൊരു വർക്ക് ഇതിൻ്റെ പുറകിലുണ്ട്. അപ്പോൾ അതെല്ലാം എടുത്തതിന് ശേഷം ഞങ്ങളും ഈ അർജന്റീന ഫുട്ബോൾ അസോസിയേഷനും നടത്തിയിട്ടുള്ള എഗ്രിമെൻറ്റ്, ആ എഗ്രിമെൻറ്റിൻ്റെ ഭാഗമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും കഴിഞ്ഞതിന് ശേഷം ഇത് നമ്മൾ അർജന്റീന ഫുട്ബോൾ അസോസിയേഷനെ അറിയിക്കുകയാണ് വേണ്ടത്. അപ്പോൾ നമ്മളിനി അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ അറിയിച്ചതിന് ശേഷം ഇനി എന്താണ് സംഭവിക്കുക? ഇനി അവർ ഡേറ്റ് തരും നമുക്ക്. ആ ഡേറ്റ് എന്ന് പറയുന്നത് 2 ബ്രേക്കാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ളൂ. ആ 2 ബ്രേക്ക് എന്ന് പറയുന്നത് ഒരു ഡേറ്റ് എന്ന് പറയുന്നത് ഒക്ടോബർ 6 തുടങ്ങി 14 വരെയാണ്. ഈ വർഷം ഒക്ടോബർ 6 തുടങ്ങിയിട്ട് 14 വരെ, അത് 9 ദിവസമാണുള്ളത്. രണ്ടാമത്തെ ബ്രേക്ക് എന്ന് പറയുന്നത് 10 തുടങ്ങി 18 വരെ. 2 ബ്രേക്കാണ് ശരിക്കും ഫിഫ അംഗീകരിച്ച ഇത്. 2 ബ്രേക്കിനാണ് ഇവർക്ക് കളിക്കാൻ ഇൻ്റർനാഷണൽ കളിക്ക് വേണ്ടി സമയം കൊടുത്തിട്ടുള്ളത്. ആ 2 കളിയിലും ഏതെങ്കിലും ഒരു സമയം നമുക്ക് അലോക്കേറ്റ് ചെയ്ത് തരും. അലോക്കേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളോട് എന്ത് ചെയ്യും? ഇപ്പോൾ ഉള്ള പ്രൊസീജിയർ എല്ലാം കംപ്ലീറ്റ് ചെയ്തു, അതിന് ശേഷം നിങ്ങൾ പേയ്മെൻറ്റ് അടച്ചോളൂ എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു കൺഫർമേഷൻ തരും. ആ കൺഫർമേഷന് ശേഷമാണ് നമ്മൾ പേയ്മെൻറ്റ് അടയ്ക്കേണ്ടത്. അപ്പോൾ ആ കൺഫർമേഷൻ്റെ സമയത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഞങ്ങൾ ഓൾറെഡി അവർക്ക് ഇൻറ്റിമേഷൻ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മറുപടി വരും എന്നുള്ളതാണ് ഞാനിപ്പോൾ മനസ്സിലാക്കുന്നത്. അല്ലാതെ മെസ്സി വരില്ല, ഫുട്ബോൾ അസോസിയേഷൻ അർജന്റീന ടീം ചൈനയിൽ കളിക്കാൻ പോയി എന്നുള്ള രീതിയിലും ഖത്തറിൽ കളിക്കാൻ പോയി എന്നുള്ള രീതിയിലൊന്നും ഇതുവരെ എൻ്റെ അറിവിൽ അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ ഒരു മെസ്സേജ് കൊടുത്തിട്ടില്ല. അവരെ ഒഫീഷ്യലായിട്ട് ഒരു രേഖകളിലും വന്നിട്ടില്ല. അർജന്റീനയിൽ ഏതോ ഒരു മാധ്യമ പ്രവർത്തകൻ ഇനി ഖത്തറിലും ചൈനയിലും വേറൊരു രാജ്യം കൂടെ പറഞ്ഞു. ആ രാജ്യത്തും കൂടിയാണ് അങ്കോളയിൽ രാജ്യത്ത് അവരുടെ 50ാം വാർഷികമാണ്. അപ്പം അവരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ആകെ 7 ദിവസമാണ് അലോക്കേറ്റ് ചെയ്തിട്ടുള്ളത്. ആ 7 ദിവസം മാത്രം നമുക്ക് വന്നാൽ മതി. ബാക്കിയുള്ള സമയങ്ങളിൽ മറ്റുള്ള രാജ്യങ്ങളിൽ കളിക്കാം. അവർക്ക് ചൈനയിൽ കളിക്കാം, അവർക്ക് അങ്കോളയിൽ കളിക്കാം, ഖത്തറിൽ കളിക്കാം. അത് അവരാണ് നിശ്ചയിക്കുന്നത്. AFA ആണ് അവരെവിടെ കളിക്കണം, എങ്ങനെ കളിക്കണം നിശ്ചയിക്കുന്നത്. ഞങ്ങളും റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിയും അർജന്റീന ടീമും തമ്മിലുള്ള എഗ്രിമെൻറ്റ് പ്രകാരം ഞങ്ങളുടെ അവർ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ മുഴുവൻ ഫുൾഫിൽ ചെയ്യണം. ആ ഫുൾഫിൽ ചെയ്ത് ഞങ്ങളിപ്പോൾ ഓൾറെഡി അറിയിച്ചിട്ടുണ്ട്. ഇനി അവരുടെ ഭാഗത്തുള്ള മറുപടി വരണം. ആ മറുപടി വരുമ്പോൾ ഞാൻ വിചാരിക്കുന്നത് ഇന്ത്യയിലേക്കും കളി ഉണ്ടാവും എന്നുള്ള ഒരു അനൗൺസ്മെൻ്റ് ആണ് വരിക. അത് അനൗൺസ് ചെയ്യേണ്ടത് അർജന്റീന ഫുട്ബോൾ അസോസിയേഷനാണ്, AFA ആണ് അനൗൺസ് ചെയ്യേണ്ടത്. അത് അനൗൺസ് ചെയ്യുന്നതാണ് ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ എൻ്റെ